2026 CGL നോട്ടിഫിക്കേഷനിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റിംഗ് പാർട്ടാണ് ലെവൽ 8 പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത്. അതായത് 2023 ശേഷം നമുക്ക് ലെവൽ 8 പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2026 ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 8 പോസ്റ്റുകളായിട്ടുള്ള അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ എന്നീ 2 പോസ്റ്റുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ലെവൽ 8 പോസ്റ്റുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസും ബെനിഫിറ്റുകളുമാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഇതിന്റെ സാലറി തന്നെയാണ്. അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻഹാൻഡ് ആയിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് 75,000 മുതൽ 80,000 രൂപ വരെയാണ് ഇൻഹാൻഡ് സാലറി ലഭിക്കാനായിട്ട് പോകുന്നത്. 75,000 മുതൽ 80,000 രൂപ വരെ ഇൻഹാൻഡ് സാലറി ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗസറ്റഡ് ഓഫീസർ ആയിട്ടാണ് ഡയറക്റ്റ്ലി റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റു CGL പോസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടിയതിന് ശേഷമായിരിക്കും ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് എത്തിപ്പെടുന്നതെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കരിയർ തുടങ്ങുന്നത് തന്നെ ഒരു ഗസറ്റഡ് ഓഫീസർ ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഊഹിക്കാം ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഏത് റാങ്കിലായിരിക്കും എത്തിപ്പെടാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെ തന്നെ സാലറി ഒന്ന് ആലോചിച്ച് നോക്കുക. 80,000 രൂപയോളം അടുത്താണ്. അടുത്ത പേ കമ്മീഷൻ വരുമ്പോൾ എത്ര സാലറി ആയിരിക്കും എന്നൊന്ന് ഊഹിച്ച് നോക്കുക. ഡയറക്ട്ലി ഒരു ഗസറ്റഡ് ഓഫീസറിലേക്കാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി മൂന്നാമത്തെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസിയാണ്. നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിലും ലെവൽ 8 പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഏകദേശം ഒരു 1000-ഓളം വേക്കൻസീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 2023 250 അടുത്തോളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ ഒരു 1000 അടുത്ത് വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ RTI റിപ്പോർട്ടുകളിലൊക്കെ. പക്ഷെ നമുക്ക് നോക്കാം. എന്തായാലും ശരി, വേക്കൻസികൾ എത്രയാണ് ശരി, നമുക്കൊരു അവസരം അവിടെ ഒരുക്കുന്നുണ്ട്. ലെവൽ 8 പോസ്റ്റുകൾ എന്തായാലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത്തെ ഒരു ഹൈലൈറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സംസ്ഥാനത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ലെവൽ 8 പോസ്റ്റുകൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, സ്റ്റേറ്റ് കേഡറിലും നമുക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ CIDGയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹി വരെ പോകണമെന്ന് നിർബന്ധമില്ല. സ്റ്റേറ്റ് കേഡറിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. സോ എന്ത് ചെയ്യുക, അതുകൊണ്ട് ആരും ഈ ഒരു അവസരം മിസ്സാക്കാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. ഡൽഹി വരെ പോകണ്ട ഇത്രയും പൈസ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് ഓർത്തുള്ള ടെൻഷൻ ആർക്കും വേണ്ട. പിന്നെ ഇതിന്റെ ഒരു മറ്റു ഡീറ്റെയിൽസിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. സോ OBC ആണെങ്കിൽ 3 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിലാണെങ്കിൽ 5 വയസ്സ് വരെയും ഏജ് റിലാക്സേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെറുതെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളൊരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ എഴുതി ക്രാക്ക് ചെയ്ത് നേരെ ചെന്നെത്തുന്നത് ഒരു ഗസറ്റഡ് ഓഫീസർ റാങ്കിലേക്ക്. സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് കിട്ടാൻ പോകുന്നത് 80,000 രൂപയോളമാണ്. നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ അഡ്വാൻറ്റേജസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത്രയും നല്ല ഒരു പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമുക്ക് ഓൾറെഡി CGL നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. എക്സാം ഡേറ്റുകൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. നമുക്ക് മുന്നിലെല്ലാം തെളിഞ്ഞു വന്നു. ഒരു പിക്ചർ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഒരു ഭാവി തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹാർഡ് വർക്കാണ്. അതായത് ചത്ത് പഠിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ പഠിച്ചേക്കണം. ഒരു കോംപ്രമൈസ് അതിൻ്റെ അകത്ത് പാടില്ല. ഒരു ദിവസം നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ചു തീർക്കാൻ പറ്റുമോ അത്രമാത്രം പഠിച്ചേക്കുക. ഇനി യാതൊരു രീതിയിൽ റിലാക്സ് ചെയ്ത് പഠിക്കേണ്ട ഒരു പരിപാടിയേ ഇല്ല. നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെന്ന ഉറച്ച ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നിങ്ങൾ ഓരോ ദിവസവും പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഡെഫിനറ്റ്ലി ഈ ഒരു പോസ്റ്റ് അതിൻ്റെ ഒരു റാങ്ക് അനുസരിച്ച് അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഹൈ ആയിരിക്കും. അപ്പോൾ നല്ല റാങ്കും നല്ല സ്കോറും വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ എയിം ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കട്ട് ഓഫ് എയിം ചെയ്യുന്നതാണെങ്കിലും ശരി, നിങ്ങളുടെ പഠന രീതികൾ പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും ശരി, ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എയിം ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു പഠനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ഒരു വീര ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കുറച്ച് സമയം മാത്രമേ ടയർ 1 ക്രാക്ക് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ടയർ 1 പരീക്ഷ നിങ്ങളെ ക്രാക്ക് ചെയ്യിപ്പിച്ചെടുക്കുക. അതിനുവേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടൊരു ക്രാഷ് ബാച്ച് പ്ലാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടയർ 1 വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം മറ്റെല്ലാ ടോപ്പിക്കുകളും കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾക്ക് ടയർ 2 പരീക്ഷയ്ക്ക് മുന്നേ കവർ ചെയ്യുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള റിവിഷൻ പ്ലാനോട് കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ റിവിഷൻ പ്ലാൻ ഉണ്ടാവും, സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും, മെന്റർഷിപ്പ് ഉണ്ടാവും. ഇതെല്ലാം ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങൾ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. കൂടാതെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഡെമോ ക്ലാസ്സസും അതുപോലെ ഫ്രീ ആയിട്ട് പഠിക്കേണ്ട കറണ്ട് അഫയർ മെറ്റീരിയൽ എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലുള്ള ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വിട്ടിട്ടുണ്ട്. പ്രീവിയസ് ഇയർ PYQസിന്റെ സെഷൻസ് ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫയർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിൽ മന്ത്ലി മാഗസീൻ ആയിട്ടും ഡെയിലി PDF ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോടാ.
ഇപ്രാവശ്യത്തെ CGL നമ്മൾ എന്തായാലും നേടിയെടുക്കണം. ഇനി അടുത്ത വർഷം ഇതുപോലെ ഒരു ലെവൽ 8 പോസ്റ്റ് വരുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പൊ അവസരം നമ്മുടെ മുന്നിലേക്ക് വന്ന് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇത്തവണ എന്തായാലും നമ്മുടെ CGL ക്രാക്ക് ചെയ്തെടുത്തിരിക്കും. അപ്പൊ എയിം ചെയ്യുമ്പോൾ എപ്പോഴും എയിം ഫോർ ദ ബിഗ് ലെവൽ 8 പോസ്റ്റ് തന്നെ എയിം ചെയ്ത് പഠിച്ചോ. നമുക്ക് എന്തായാലും CGL-നുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് വരുന്ന ദിവസം ചാനലിൽ ചെയ്യുന്നതാണ്. ഹൗ ടു അപ്ലൈ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തേക്കാം. അപ്പോൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.